ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങൾ ഒരു ട്രാവൽ ബ്ലോഗാണ്. ഞങ്ങളൊരു സ്ഥലത്ത് പോവുകയാണ്. യു എയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഡെസേർട്ട് സഫാരിക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ യാത്രയിലുള്ള കുറേ വിഷ്വൽസാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. ഡെസേർട്ട് സഫാരി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ, ഡെസേർട്ടിൻ്റെ അകത്തൂടെ ഒരു കാറിൽ നമ്മൾ മണ്ണിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്നതിനാണ്. അതിൻ്റെ കുറച്ച് വിഷ്വൽസാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ കാണിക്കുന്നത്. ഒരു ചാൻസ് കിട്ടിയാൽ ലൈഫിൽ മിസ് ചെയ്യേണ്ടാത്ത ഒരു സാധനമാണെന്ന് ഞാൻ പറയും. എന്ന് വെച്ചാൽ അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം. ഈ വിഷ്വൽ കണ്ടാൽ എത്ര മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അതൊരു അനുഭവമാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാനിതിൽ പറയാം കേട്ടോ. ഡെസേർട്ട് സഫാരി എന്ന് പറയുന്നത് ഈ ഡ്യൂൺ ബാഷിങ് എന്ന് വെച്ചാൽ മണ്ണിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും പോകുന്നത് മാത്രമല്ല, അതിനുശേഷം നമ്മളൊരു ക്യാമ്പിൽ ചെല്ലും. ആ ക്യാമ്പിൽ ചെന്നിട്ട് അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഫയർ ഷോ ഉണ്ട്, പിന്നെ ബെല്ലി ഡാൻസ് ഉണ്ട്, പിന്നെ അവിടെ ഒരു ബാർബിക്യൂ ഡിന്നർ നൈറ്റ് ഉണ്ട്. എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മൾ ഈവനിങ്ങാണ് പോകുന്നത്. നൈറ്റ് നമ്മൾ അവിടെ ഫുള്ള് സ്പെൻഡ് ചെയ്യും. നൈറ്റ് ഫുള്ള് സ്പെൻഡ് ചെയ്യത്തില്ല, രാത്രി വരെ മിഡ് നൈറ്റ് വരെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് വരും. ഒരു പാക്കേജ് എടുത്ത കേസിലുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഒരു പാക്കേജ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഒരു ക്യാമൽ റൈഡ് ഉണ്ട്, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഡ്യൂൺ പാഷിങ് എന്ന് വെച്ചാൽ ആ മണ്ണിൻ്റെ കൂടെ പോകുന്ന ആ എക്സ്പീരിയൻസ്, അത് ഞങ്ങളുടെ എക്സ്പീരിയൻസ്, അതാണ് ഞാൻ മെയിനായിട്ട് കാണിക്കുന്നത്. പിന്നെ യാത്രയിലുള്ള കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയതും നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്കുള്ളൊരു ഇതൊക്കെ ഇല്ലേ, അതെല്ലാം കൂടി ചേർത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. ഇവിടെ നമ്മളെ നാട്ടിലെയും ഇവിടുത്തെയും റോഡുകൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ നല്ല ഹൈ ക്വാളിറ്റി റോഡ്സാണ്, പിന്നെ വലിയ ട്രാഫിക്കൊന്നും ഇല്ലെങ്കിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ പോകും. അപ്പോൾ നല്ല സ്പീഡിൽ പോകാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു 100-140 ആ ഒരു സ്പീഡിൽ പോകുന്ന റോഡാണ് കേട്ടോ. ഇനി കുറച്ച് ദൂരം ഒരു 40 മിനിറ്റ്, ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് ഒരു 40 മിനിറ്റ് പിന്നെ റോഡിൽ കൂടെ തന്നെ ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ വേറെ ഈ ഡെസേർട്ടിൽ പോകുന്ന ഡെസേർട്ട് സഫാരി ഒരു ക്യാമ്പിലാണ് നടത്തുന്നത്. അപ്പോൾ ആ ക്യാമ്പിൻ്റെ അടുത്തേക്ക് നമ്മൾ ഈ ഡ്യൂൺ ബാഷ് ചെയ്ത് ഈ മണ്ണിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്നതിനാണ് ഡ്യൂൺ ബാഷിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. ഈ കാറിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാറിൻ്റെ പ്രശ്നത്തെ കുറച്ച് നേരം നിർത്തിയേക്കും. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഡെസേർട്ടിൽ നമുക്കൊരു ബ്ലാക്ക് കാർ പോകുന്നുണ്ട്. അത് കണ്ടോ, ആ മണ്ണിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ടോ? ആ കാർ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അതെങ്ങനെ പോകുന്നതെന്നുണ്ടോ? ഇങ്ങനെ മലകൾ പോലെ കുഞ്ഞു കുഞ്ഞു മണ്ണിൻ്റെ കൂനകളുണ്ട് ഈ ഡെസേർട്ടിൻ്റെ അകത്തെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആ ഹൈറ്റ് താഴ്ന്ന സ്ഥലത്തൂടെ കയറി മുകളിൽ കൂടെ കയറി അങ്ങനെ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ, ഞാനും എൻ്റെ കുട്ടികളും ആദ്യമായിട്ടാണ് കേട്ടോ ഡെസേർട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. കെട്ടിയും നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അബുദാബിയിൽ വന്നതിന് ശേഷം ഞങ്ങൾ വെറും ബിൽഡിങ്ങുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഈ റെസിഡൻഷ്യൽ ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇങ്ങനെ ഫുള്ള് കാണുന്നത്. ചുറ്റിനും അപ്പാർട്ട്മെൻറ്റ്സ് ആണ്, അടുത്തടുത്ത അപ്പാർട്ട്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പാർട്ട്മെൻറ്റ്സ് റോഡ് എന്താണ് കടകൾ ഇത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഡെസേർട്ട് കാണുകയാണ്, അതിൻ്റെ സഫാരി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇനിയുള്ളത്. വീഡിയോ കാണുമ്പോൾ എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നന്നായിട്ട് പേടിക്കുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ, പിന്നെ എൻ്റെ മോള് 6 വയസ്സുകാരിയാണ്, ഇളയാൾ. അവൾ നല്ല ഉറക്കമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നേരം യാത്ര ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഡെസേർട്ടിൻ്റെ സ്ഥലത്ത് എത്തുന്നത്. അപ്പോൾ ആ സമയത്ത് അവൾ വണ്ടിയിലിരുന്ന് നന്നായിട്ട് ഉറങ്ങി. അതിനുശേഷം ഇത് തുടങ്ങിയ സമയത്താണ് അവൾ എഴുന്നേറ്റ്. അവൾ നന്നായിട്ട് പേടിച്ചു. ഈ നല്ല കേട്ട് ഇറക്കും വണ്ടി അതേപോലെ താഴെ മുങ്ങുകയും ചെയ്യുമല്ലേ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പേടിയാവും. മറ്റേത് റൈഡിലൊക്കെ കയറിയതുപോലെ, സാധാ റൈഡല്ല, നല്ല പൊക്കത്തിൽ നിന്ന് താഴോട്ടിടുന്ന പോലത്തെ റൈഡ്. ആ ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് തോന്നിയത്. എൻ്റെ മോള് സെയിം തന്നെ പറഞ്ഞു. ഈ ഒറിജിനൽ ആ സമയത്ത് ഓഡിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. ശരിക്കും അതും കൂടെ കേൾക്കട്ടെ എന്ന് വെച്ചിട്ട് അതുകൂടി ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എക്സൈറ്റ്മെൻറ്റും ആ സമയത്തുള്ള ഒരു ഇതുമൊക്കെ എങ്ങനെയാണെന്ന്. ഞങ്ങളിവിടെ വേറെ ഫാമിലി കൂടെ ഉണ്ടായിരുന്നു ഈ കാറിൽ തന്നെ. സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടിരി. അപ്പോൾ ഞങ്ങൾ 6 പേരാണ് അതിൽ ട്രാവലേഴ്സായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഡ്രൈവർ, പിന്നെ ഇത് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഡ്രൈവർ വേണം കേട്ടോ ഇതിലൊക്കെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പുള്ളിക്കാരൻ എൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു.
ഒരു റോളർ കോസ്റ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ വീഡിയോയിലൊക്കെ എത്ര മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കണം. ഈ മൺകൂനുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പൊങ്ങിയും താഴ്ന്നും ഇങ്ങനെ പോകുന്നത്. പിന്നെ മണ്ണൊക്കെ കുറച്ച് പൊങ്ങി വന്ന് ഗ്ലാസ്സിനടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് മരങ്ങളും കുറച്ച് പുല്ലുമൊക്കെ കാണുന്നുണ്ട്. ഞാൻ മനസ്സിൽ കണ്ടിരുന്ന ഒരു ഡെസേർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതാണ് ഞാനത് എടുത്ത് പറഞ്ഞു. അവിടുത്തെ മണ്ണിലൊരു ഡിസൈൻ കണ്ടോ, അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഫോണും വണ്ടിയും മൊത്തമായിട്ട് കുടുങ്ങിയാണ്. നമ്മൾ കുടുങ്ങുന്നുണ്ട്. ഫോണിനെ നേരെ പിടിക്കാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ ബാക്കിയിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് വീഡിയോ എടുത്തപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു ഷീറ്റ് കിട്ടാതെ വീഡിയോ എടുക്കാൻ പറ്റിയത്. കാറ് പോകുന്നത് നോക്കിക്കോളണം. അതിങ്ങനെ താഴെ കൂടെ പോയിട്ട് മുകളിലേക്ക് കയറുന്നുണ്ടാ. അതുപോലെ ഞങ്ങൾ പോകുന്നത്. പക്ഷെ ഇത് കാറിൽ ഇരുന്നിട്ട് നേരെ മനസ്സിലാവില്ല. നമുക്ക് എക്സ്പീരിയൻസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. റോളർ കോസ്റ്ററിൽ കയറിയപ്പോൾ ഇങ്ങനെ പൊങ്ങിയും താഴ്ന്നും പോകും. പക്ഷേ ക്ലിയറായിട്ട് അത് അകത്തൊക്കെ മനസ്സിലാവില്ല. അതാണ് ഞാൻ ആദ്യം പുറത്തുനിന്ന് കാണുന്നത് ഒരു രസം. കുറച്ച് നേരത്തേക്ക് വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ അകത്തുണ്ടാക്കുന്ന സൗണ്ടുകൾ മാത്രമേ കേട്ട് നോക്കാം. അപ്പം നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവും. പിടിച്ചിരുന്നോ? ആ സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടിരി. പിടിച്ചോണ്ടിരിക്കണോ? വീട്ടിൽ അകത്തുള്ളൊരു അവസ്ഥ എന്താണെന്നുള്ളത് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളൂ പുള്ളി ഇങ്ങനെ കയറ്റവർക്ക്. ലാസ്റ്റ് നമ്മൾ നല്ല കരച്ചിലായിരുന്നു. നമുക്ക് എത്തുമെന്ന് ചോദിച്ചിരിക്കണം. പിന്നെ ഞങ്ങൾക്കല്ല, എനിക്ക് എത്തിയാൽ മതി എന്നുള്ളൊരു രീതിയിലാണ് അകത്തിരുന്നത്. പക്ഷെ നല്ലൊരു സാധനമാണ്. മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് പൊളിയാണ്. ലാസ്റ്റ് എത്തുന്ന സമയത്തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഡ്രൈവർ ഞങ്ങളോട് ചോദിച്ചു കേട്ടോ. ഫീഡ്ബാക്കൊക്കെ ചോദിച്ചു. നല്ല അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു എന്നൊക്കെ പറഞ്ഞു. രസം, മൊത്തത്തിൽ രസമാണ്. വലിയവർക്കൊന്നും നേരെ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുഞ്ഞുകുട്ടികൾക്ക് പിടിച്ചിരിക്കാൻ തന്നെ പാടാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ കിടന്ന് കുടുങ്ങുമല്ലേ. അപ്പം അതാ കാറ് പോകുന്ന നോക്കി ഇത് പോകുന്നുണ്ടോ? അതേപോലെ ഞങ്ങൾ സീറ്റ് കുട്ടികൾ ഇങ്ങനെ പോകുന്നു. കാറ് പോകുന്നതിന് വരവുണ്ട് തന്നെ പോകുന്നു. ഇതിൻ്റെ അകത്ത് പിന്നെ വഴി തെറ്റിപ്പോകാനും ചാൻസ് ഉണ്ട്. പെട്ടെന്നുള്ള വണ്ടികളൊക്കെ കയറുവാണെങ്കിൽ ക്യാമ്പ് എത്തിയതിനു ശേഷം ഐഷു കരയുന്നതാണ് കേട്ടോ കണ്ടത്. അവർക്ക് ആദ്യം വിഷമമായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിന് ശേഷം പിന്നെ ഓക്കെ മണ്ണിൽ കളിയായിരുന്നു. അതൊക്കെ അടുത്ത പാർട്ടിലായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയതിനു ശേഷം ഞങ്ങൾ ഡ്രൈവർ ഗൈഡും എല്ലാം കൂടി ചേർന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ പറഞ്ഞു തന്നു. ഇവിടെ തന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. മറ്റേ ക്വാഡ് ബൈക്ക്, പിന്നെ ക്യാമൽ റൈഡൊക്കെ ഞങ്ങൾ പാക്കേജിൽ തന്നെ ഉള്ള ആക്ടിവിറ്റീസ് എല്ലാം അടുത്തൊരു വ്ളോഗിൽ വരും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാം.